ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ചാമയരി കണ്ടു. ഇതിനെയാണ് ചാമ അരി എന്ന് പറയുക. ഇതിൻ്റെ ശരിക്കും ഇംഗ്ലീഷ് വേർഡ് ലിറ്റിൽ മില്ലറ്റ്. ഇത് രണ്ട് വിധത്തിൽ കാണാം നമുക്ക്. നല്ല വെള്ളയായിട്ടുള്ളത് ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊരു ഇളം കളറാണ് കേട്ടോ, തൂവെള്ളയല്ല. ഒന്ന് ഉണക്ക ചാമയരി എന്ന് പറയും, ഇത് പുഴുങ്ങിയതാണെന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. അത് പണ്ടുള്ളവർ പറയുന്നതാണ്. അപ്പോൾ ഈ ചാമയരിക്കുള്ള ഗുണങ്ങളെപ്പറ്റി പറയേ വേണ്ട. അത്രയും പോഷകങ്ങൾ നിറഞ്ഞ ഒരു മില്ലറ്റാണ്, ധാന്യം. ഇത് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടോ ഇത് കഴിക്കാം. പിന്നെ ഇത് വളരെ ദഹനശക്തിയുള്ളതാണ്. അതുകൊണ്ട് ഡയബറ്റീസുകാർക്കും ബി പി ഉള്ളവർക്ക് ബി പി കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. അതുവഴി ഹാർട്ടിന് വളരെ നല്ലതാണ്. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി, പിന്നെ വളരെയധികം ആൻറ്റി ഓക്സിഡൻ്റാണ്. അപ്പോൾ പ്രതിരോധന ശക്തിയുള്ളത്. ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഗുണങ്ങളാണ് അതിന് കേട്ടോ. അപ്പോൾ ഇത് ശീലമാക്കിയാൽ നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, പിന്നെ ഇത് വെച്ചിട്ട് അരച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി. അപ്പോൾ ഈ ചാമയരിയിൽ അതൊരു 3-4 പ്രാവശ്യം നന്നായി കഴുകണം. കഴുകിയ ശേഷം വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇനി നമുക്കതൊരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്കിനി അതുണ്ടാക്കാം. അതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കണം. നിങ്ങൾക്ക് വേണം വെളിച്ചെണ്ണയും പിന്നെ നെയ്യ് ഒഴിക്കാം. ഞാൻ അവസാനമായിട്ട് നെയ്യ് ഒഴിക്കുന്നുള്ളൂ. പിന്നെ ഇനി അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയുന്നത്, 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി എടുക്കുന്നതാണ് നല്ലത്. ചെറിയ ഉള്ളിയാണ് ഇത് ടേസ്റ്റ് കൊടുക്കുക. പേൾ ഓണിയൻസ്, ഇഞ്ചി, ക്യാരറ്റ്, പീസും കൂടി ഉണ്ട്. പീസ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കുക. ആദ്യം എണ്ണയിലേക്ക് ഞാൻ കടുക് ഇടുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പ്. ഈ ഉഴുന്നുപരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിലക്കടല ഇടാം, അണ്ടിപ്പരിപ്പ് ഇടാം. ഞാൻ പക്ഷേ അതൊന്നും ഇപ്പോൾ ഇടുന്നില്ല. എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്, ഞാനത് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിങ്ങനെ പോട്ടെ, ഇനി കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ട് നല്ലൊരു മണം വരുന്ന സമയത്ത് നന്നായിട്ട് നമുക്കതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യണം. പിന്നെ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. ഇനി ഓരോന്നായിട്ട് ക്യാരറ്റ്, പീസ്, ഇങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. എല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരണം. നല്ല മണം വരും. ഈ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും കറിവേപ്പിലയെ കൂടിയിട്ട് നല്ല ഗം എന്നൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റും ആഡ് ചെയ്ത ശേഷം ഞാൻ അതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച പീസാണിത് കേട്ടോ. ബോയിൽഡ് പീസായിട്ട് കിട്ടും. അങ്ങനെ വാങ്ങിയിട്ട് അതും ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താ ആഡ് ചെയ്യാൻ പോണതറിയോ, ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കണ ചാമയരി ഇടുക. ഇത് നന്നായി സോട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ആ ചാമയരി ഇട്ട് കൊടുക്കാം. അത് കഴുകി ഞാൻ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തക്കാളി ഇട്ടിട്ടില്ല. തക്കാളി ഒന്ന് ഇട്ട ശേഷം വേണം. ഞാനത് അപ്പുറത്തും വെച്ചിരിക്കുകയായിരുന്നു. അതിനെയും കൂടി എടുത്ത് തക്കാളി ഇട്ട ശേഷം നമുക്കിനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഉണ്ടാക്കാൻ പോണത്, ചാമയരി അല്ലേ. അത് ഞാൻ കഴുകിയിട്ട് അങ്ങനെ ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ചാമയരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് വേണം കുറച്ച് നന്നായി റോസ്റ്റ് ചെയ്യുക. ഈ എണ്ണയിലേക്ക് അതും കൂടി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യുക. ഇത് ഉപ്പുമാവുമാരിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ നേരിട്ട് അങ്ങനെ വെള്ളം ഒഴിക്കില്ല. ഇത് നമ്മൾ ഒരു അരിയുടെ ഇനത്തിൽപ്പെട്ടതല്ലേ, അപ്പോൾ കുറച്ച് നേരം അതിനെ ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്യുക. ഒന്ന് കുറച്ച് നേരം. അപ്പോൾ നല്ലൊരു എണ്ണയിൽ കിടന്ന് വറുത്ത് വരുമ്പോൾ ഈ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വറുത്തെടുക്കാറില്ലേ, അതേമാതിരി വറുക്കുക. ഇനി ഞാൻ എന്താ വെച്ചിരിക്കണം അറിയോ, ഈ 1 കപ്പിന് ഞാൻ 2.5 കപ്പ് വെള്ളം. 2 കപ്പ് മതിയെങ്കിൽ മതി, പക്ഷെ ഞാൻ 2ഉം പിന്നെ ഒരു അരയും കൂടെ ഒഴിക്കുന്നുണ്ട്.
ഇത് കുക്കറിലൊന്നുമില്ല, കുക്കറിലിട്ടിട്ട് വേവിക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ചുടുവെള്ളമാണ് അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഇന്നിങ്ങനെ വറുത്തിരിക്കുന്നതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ കല്ലായി മുരിക്കാന്ന് പറയും. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക പാകത്തിന്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഉപ്പിട്ടിട്ടില്ലേ? ഉപ്പിട്ടിട്ട് ഇനി നമ്മളതിലേക്ക് അടച്ച് വയ്ക്കാൻ പോവാണ്. നന്നായി തിള വന്ന് അത് മെല്ലെ ഇരുന്ന് വറ്റണം. ഇത് നല്ല ടേസ്റ്റാണ്. പപ്പടം, പഴം ഒക്കെ വെച്ചിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. നേന്ത്രപ്പഴം പുഴുങ്ങിയത് ഒക്കെ വെച്ചിട്ട് നമുക്കിത് കഴിക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതൊരു ശീലമാക്കുന്നത് നല്ലതാണ്. ഇത് ഇപ്പോൾ എല്ലാവരും മില്ലറ്റിലേക്ക് പിടിച്ചിരിക്കുകയാണ്. മില്ലറ്റ് ദോശ, മില്ലറ്റ് ഇഡ്ഡലി. ഇപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒരുവിധം ഇങ്ങനെ വറ്റി വറ്റി വരുന്നുണ്ട്. ഈ വെള്ളം വളരെ പാകമാണതിന്. പിന്നെ ഇങ്ങനെ വല്ലാണ്ട് കുഴന്നായി പോകുന്നതിൽ അർത്ഥമില്ല. ഇപ്പം എൻ്റെ ഉപ്പുമാവ് റെഡിയായിട്ട് വന്നു. നല്ല ഒരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ആഡ് ചെയ്ത, ദിസ് ഇസ് ഓപ്ഷണൽ, വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് കുറച്ച് നെയ്യ്, ഒരു സ്പൂൺ നെയ്യ്, ധാരാളം കേട്ടോ, നെയ്യ് ആഡ് ചെയ്യുക. നല്ലൊരു മണം തരും ചൂടോടെ. നമ്മളതിന് ഇനി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഫൈനലായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില. ഇതാണ് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ. നിങ്ങൾക്ക് പുതിനയിലയും വേണമെങ്കിൽ ഇടാം. ഞാൻ 2 കൂടി ഇടുന്നില്ല, ഏതെങ്കിലും 1 മാത്രമേ ഇടുന്നുള്ളൂ. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി അവിടെ വെച്ചിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിനി ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴം പുഴുങ്ങൊക്കെ വേണം. അപ്പം ഞാനിതിവിടെ നിർത്തുക. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാം. വേഗം ഡൈജസ്റ്റ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്.